പന്തളം നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ച് കൗൺസിലർമാർ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് 30-ാം വാർഡ് കൗൺസിലർ രാവിലെ മുതൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ ജോലി നിർത്തിവെച്ചതോടെ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവർ ബുദ്ധിമുട്ടിലായി. ഇന്നലെ രാവിലെ 10:30-യോടെയാണ് പന്തളം നഗരസഭയിലെ 30-ാം വാർഡ് കൗൺസിലർ രത്നമണി സുരേന്ദ്രൻ പ്ലക്കാർഡുമായി നഗരസഭാ സൂപ്രണ്ടിന്റെ ചേംബറിൽ പ്രതിഷേധവുമായി എത്തിയത്. 2021 മുതൽ തന്റെ വാർഡിൽ പൊതുമരാമത്ത് പ്രവർത്തികൾ ഒന്നും നടക്കുന്നില്ലെന്നും ഫണ്ടുകളെല്ലാം പാഴാക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. 21-22 സാമ്പത്തിക വർഷം മുതലുള്ള 24-25 വർഷം വരെയുള്ള എല്ലാ പൊതുമരാമത്ത് വർക്കുകളും, അതായത് റോഡുകള് മുഴുവൻ സ്പിൽ ഓവറായിട്ട് കിടക്കണം. ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 25,000 രൂപ കൈക്കാശും മുടക്കി സ്വന്തം ചെലവില് നല്ലവരായ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് സഞ്ചാരയോഗ്യം നടന്നു പോകത്തക്ക പോലെ ആക്കി. അതുപോലെ ലൈറ്റുകളൊന്നും കത്തുന്നില്ല, വ്യക്തിഗതാനുകൂല്യങ്ങളില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൗൺസിലർ നഗരസഭാ സൂപ്രണ്ടിനെ ഉപരോധിച്ച് പ്രതിഷേധം തുടർന്നതോടെ ഇതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ജീവനക്കാരും ജോലികൾ നിർത്തിവെച്ചു. ഇതോടെ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും ബുദ്ധിമുട്ടിലായി. പിന്നീട് പോലീസ് എത്തി കൗൺസിലറെ അനുനയിപ്പിച്ച് സമരം സൂപ്രണ്ടിന്റെ ചേംബറിനുള്ളിൽ നിന്നും പുറത്തേക്കു മാറ്റി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ KR വിജയകുമാർ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരും കൗൺസിലറുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളിൽ വിവേചനം തുടർന്നാൽ സമരം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് പ്രവർത്തകർ അറിയിച്ചു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.